ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തേക്കോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു മസാലക്കൂട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തീർച്ചയായും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ആദ്യം ഇതിലേക്കായിട്ട് ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറച്ചൊരു മസാല ഉള്ളതുപോലെ ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. തൈരിന് പുളി കുറവാണെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയത് ഈ ഒരു രീതിയിലേക്കാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതിയാകും. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് ചിക്കൻ ചെറിയ എല്ലില്ലാത്ത പീസല്ലേ, വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ പീസ് നല്ല ചെറുതായിട്ട് കിട്ടിക്കോളും. ഒരുപാട് വലുത് ഇങ്ങനെ കടിക്കാത്തതായിരിക്കും നല്ലത്. ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക. ഈ സമയത്തിന് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലിയ 2 സവാള തന്നെ എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. സവാള നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി എടുക്കുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അങ്ങ് മിക്സ് ആക്കി വെന്ത് വന്നോളും. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് അങ്ങ് വാടി തുടങ്ങിയത് ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് ഒരു പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് കൂടെ ജീരകപ്പൊടി ചേർത്ത്, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, എരിവ് നോക്കിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് വന്നോട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളിയുടെ ഒരു പകുതി ഭാഗം മതിയാകും. അതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതുകൂടെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. തക്കാളിയുടെ ചെറിയൊരു പുളിരസം കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ചേർത്ത് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് നല്ലൊരു മസാല കൂട്ടാണ് ഇട്ടത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുബൂസ് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വലിയ കുബൂസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മടക്കിയെടുക്കുക, ആ സമൂസേൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ ചെറിയ കുബൂസ് ആണെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു കുബൂസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കളയാം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കുന്ന സമയത്ത് 2 പീസായിട്ട് കിട്ടും. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതുപോലെ ഇങ്ങനെ നടുവിലൂടെ ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് എടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 4 ചെറിയ പീസ് പോലെ ആയിട്ട് കിട്ടും. നമുക്ക് സമൂസ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു പാകം വലിപ്പത്തിലേക്കായിട്ട് മുറിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ഒരു 2-3 കുബൂസ് മുറിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചുള്ള ഒരു മസാലക്കൂട്ടൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ചീസ് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു മസാല ഒന്ന് ചൂടാറണം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയുടെ ചൂടിൽ ചീസ് പെട്ടെന്ന് ഇതിൽ തന്നെ വെച്ചിട്ടങ്ങ് മെൽട്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഓരോ പീസ് കുബൂസ് ഇതുപോലെ എടുത്ത് നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കില്ല, സമൂസയ്ക്ക് വേണ്ടിയിട്ട് മടക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്നങ്ങ് മടക്കി എടുക്കുക. എന്നിട്ട് ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ, മൈദ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അങ്ങ് മടക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നില്ല, ഇതങ്ങ് മടക്കി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ടിലെ അളവിൽ ഏകദേശം ഒരു 15-16 സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഒരു സാൻഡ്വിച്ച് മേക്കറിലേക്ക് ഒരു ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് ഇതുപോലെ ഈ ഓരോ സമൂസ എടുത്ത് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ഐറ്റം റെഡി ആവും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ച് മേക്കറിലല്ല പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് ചെറിയ ഇതിലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുബൂസ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ കുബൂസ് അറിയാമല്ലോ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. ഒന്ന് ചൂടാക്കിയതും കൂടി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതൊക്കെ മടക്കി റെഡിയാക്കിയിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് കഴിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിൽ അങ്ങ് വെച്ചിട്ട് ഒന്ന് അടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമൂസ പോലെ കിട്ടിക്കോളും. ഇഫ്താറിൻ്റെ സമയത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സമയത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്